ഈ അടുത്ത് ഞാനൊരു മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുത്തു. പള്ളി പറയുന്നില്ല, കാരണം ഇതിങ്ങനെ ലൈവല്ലേ. ഞാനൊരു പള്ളിയിൽ മയ്യത്ത് നിസ്കാരത്തിന്റെ സമയത്ത് നോക്കുമ്പോ താടിക്കൊക്കെ നീളമുള്ള കുറെ ആൾക്കാർ വന്നിട്ട് മയ്യത്ത് കൊണ്ടുവന്ന് കബറി വെച്ചു. മയ്യത്ത് കൊണ്ടുവന്നു വീട്ടിൽ ഉമ്മാന്റെ മയ്യത്തും വീട്ടില് മയ്യത്ത് കിടത്തിയപ്പോ അടുത്ത് പോയി ഖുർആൻ ഓതാൻ പോയപ്പോ മോൻ പറയാ, നിങ്ങൾ ആരും ഓതണ്ട, പൊക്കോളാം, ഞാൻ നോക്കിക്കൊള്ളാം. മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ അടുക്ക വന്ന് ഖുർആൻ ഓതിയപ്പോ താടിക്ക് നീളമുള്ള ഒരു മനുഷ്യൻ പറയാ, സ്വന്തം മോൻ, നിങ്ങൾ ആരും ഓതണ്ടപ്പ, അതൊക്കെ ഞങ്ങൾ ഓതിക്കൊള്ളാം, നിങ്ങൾ പൊക്കോളാം, ഇറക്കി വിട്ടുകളാം. പള്ളിയിൽ മയ്യത്ത് കൊണ്ടുവന്ന് കബറിനകത്ത് വെച്ചിട്ട് പള്ളിയിലെ ഇമാമ് ദുആ ചെയ്യാൻ കൈപൊക്കിയപ്പോ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ ശൈത്താൻ ഓടുന്ന പോലെ ഓടാ. എടാ, സ്വന്തം ഉമ്മാന്റെ മയ്യത്തിന്റെ മുന്നിൽ നിന്നിട്ട് ആ ഉമ്മാന്റെ മയ്യത്ത് കബറിൽ ഇറക്കി വെച്ചിട്ട് ഉസ്താദ് ദുആ ചെയ്യുക, അല്ലാഹ് ഈ പാപത്തിന് നീ പുറത്തു കൊടുക്കണമെന്ന്. മോനൊരു ആമീൻ പറയണില്ല, ഇറങ്ങി ഓടുക. അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. അല്ലാഹു നന്നാക്കി തരുമാറാകട്ടെ. ഈ കഷ്ടപ്പെട്ട് വളർത്തുന്നതിൽ എന്തെങ്കിലും ഒരു നേട്ടം വേണ്ടേ? ഈ കഷ്ടപ്പെട്ട് വളർത്തുന്നതിൽ എന്തെങ്കിലും ഒരു നേട്ടം വേണ്ടേ? അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ സാലിഹീങ്ങളാക്കി തരുമാറാകട്ടെ. അല്ലാഹു കച്ചവടം നഷ്ടത്തിലാക്കും, സമ്പത്തില്ലാതാക്കും. എന്റെ പ്രിയമുള്ളവരെ, ബേജാറാകണ്ട. നിന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, സ്നേഹമുള്ളത് കൊണ്ടാവാപ്പ. നിനക്കല്ല വീട് തരാത്തത്. നിന്റെ അയൽവാസിക്ക് 2 നില വീടുണ്ട്, നിനക്ക് വീടില്ല. വെറുപ്പ് കൊണ്ടല്ല, സ്നേഹം കൂടിയതുണ്ട്. നിനക്കല്ല പട്ടിണി തരുന്നത്, കടം തരുന്നത്. കടം വരുമ്പോ എല്ലാവർക്കും പേടിയാ, കടം വരുമ്പോ എല്ലാവർക്കും പേടിയാ. പക്ഷെ കടം നല്ലതാണ്, കടം നല്ലതാ. കാരണം എന്തേ? ജീവിക്കാനുള്ള ഒരു ആർജവം ഉണ്ടാകും കടം ഉണ്ടെങ്കിൽ. രാത്രി 1 മണിക്ക് വഴുത് കഴിഞ്ഞ് പോയി കിടന്നു. കടവുള്ളവനാണെങ്കിൽ നാളെ രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകും. പക്ഷെ കടയില്ലാത്തവനാണെങ്കിൽ ഇന്നിപ്പം പോയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അല്ലേ? അല്ലാഹു കടക്കാരായി മരിക്കുന്നവരെ തൊട്ട് കാക്കുമാറാകട്ടെ. അല്ലാഹു കടക്കാരായി മരിക്കുന്നവരെ തൊട്ട് നമ്മളെ കാക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു പാവപ്പെട്ടവൻ സ്വർഗത്തിൽ കടന്നിട്ട് 50,000 കൊല്ലം കഴിഞ്ഞ് ഒരു പണക്കാരൻ സ്വർഗത്തിൽ കടക്കൂ എന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. ഒരു പാവപ്പെട്ടവൻ സ്വർഗത്തിൽ കടന്നിട്ട് 50,000 കൊല്ലം. കാരണം പ്രവാചകന്മാരിൽ ഏറ്റവും അവസാനം സ്വർഗത്തിൽ കടക്കുന്നത് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം. ഏറ്റവും കൂടുതൽ സമ്പത്ത് കിട്ടിയ പ്രവാചകനാ. പറഞ്ഞു അവരൊക്കെ പറയും, അവര് കൊടുത്തതിനെ കുറിച്ച് പറഞ്ഞിട്ട് രക്ഷപ്പെടും. നമ്മളാ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് പണത്തിന് ഒരുപാട് ആഗ്രഹിക്കണ്ട. മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുമ്പോ, മക്കയിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂലും അനുചരന്മാരും ഹിജറ പോകുമ്പോ, അല്ലാഹുവിന്റെ റസൂലിന്റെ കാല് ചവിട്ടിയിരുന്ന സ്ഥലത്തിലെ ഒരു പിടി മണ്ണ് പോലും സ്വന്തമായിട്ട് അല്ലാഹുവിന്റെ റസൂലിനില്ലായിരുന്നു. അല്ലാഹുവേ, ഒരു പിടി മണ്ണ് പോലും സ്വന്തമായിട്ടില്ല. എന്റെ പ്രിയമുള്ളവരെ, പണത്തിന് റസൂലുള്ള വല്ലാതെ പേടിച്ചിരുന്നു. റബീഉൽ അവ്വൽ 11 അല്ലാഹുവിന്റെ റസൂൽ വഫാത്താകുന്നതിന്റെ തലേ ദിവസം വൈകുന്നേര സമയമായപ്പോ രോഗം പിടിച്ചിട്ട് ബോധമില്ലാതെ കിടന്ന റസൂലുള്ള പെട്ടെന്ന് വിളിക്കുന്നു, ആയിഷ, ആയിഷ, ഒന്നടുത്തേക്ക് വരുവോ ആയിഷ. ആയിഷ ബീവി റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ പോകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ആയിഷ, ഇന്ന സ്ഥലത്ത് 6 ദിർഹം ഇരിക്കുന്നു ആയിഷ, ഇന്ന സ്ഥലത്ത് 6 ദിർഹം ഇരിക്കുന്നു, എടുത്തുകൊണ്ട് വാ ആയിഷ. 6 ദിർഹം അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ കൊണ്ടുവന്നപ്പോ പ്രവാചകൻ ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നു, ആയിഷ, ഇതെന്റെ കയ്യിലിരിക്കുന്ന സമയത്താണ് ഞാൻ മരണപ്പെടുന്നതെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടില്ലേ ആയിഷ. എന്റെ പ്രിയമുള്ളവരെ, കയ്യിലിരുന്ന 6 ദിർഹം പോലും അവസാനം സദഖ കൊടുത്തിട്ടാണ് റസൂലുള്ളാഹി തങ്ങൾ ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞതെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ, ആർക്കാണ് പണം വേണ്ടത്? ആരും കൊണ്ടുപോകില്ലല്ലോ, ആരും കൊണ്ടുപോകില്ലല്ലോ. നിന്റെ വാപ്പയുടെ മയ്യത്ത് കൊണ്ട് കബറടക്കിയല്ലോ, ഉമ്മയുടെ മയ്യത്ത് കൊണ്ട് കബറടക്കിയല്ലോ. എത്രയോ പേരുടെ മയ്യത്തുകൾ കബറടക്കിയവരാണ് ഞാനും നിങ്ങളും. ഏതെങ്കിലും ഒരു മനുഷ്യൻ 5 നയാ പൈസ കൊണ്ടുപോയിട്ടുണ്ടോ? എന്റെ പ്രിയമുള്ളവരെ, ഒരു മനുഷ്യനും കൊണ്ടുപോയിട്ടില്ല. എല്ലാം പടച്ചവന്റെ ദീനിന് വേണ്ടി കൊടുത്തു, പാവങ്ങൾക്ക് വേണ്ടി കൊടുത്തു, യതീമീങ്ങൾക്ക് വേണ്ടി കൊടുത്തു, രോഗികൾക്ക് വേണ്ടി കൊടുത്തു. എല്ലാ സദഖ ചെയ്തിട്ട് പോയില്ലേ? മഹാനായ അഷ്റഫുൽ ഖൽഖായ തങ്ങളുണ്ടല്ലോ, പണത്തിന് സ്നേഹിക്കുന്ന എന്റെ പ്രിയമുള്ളവരോട്, പണക്കാരനെ മാത്രം സ്നേഹിക്കുന്ന സഹോദരങ്ങളോട്, എന്റെ
പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ മസ്ജിദ് നബവിയിൽ ഇരിക്കുമ്പോൾ, അള്ളാന്റെ റസൂല് മസ്ജിദ് നബവിയിൽ ഇരിക്കുമ്പോ അതാ ഒരു ചെറുപ്പക്കാരൻ നടന്നു വരികയാ. റസൂലുള്ളാഹിയുടെ മുന്നിലേക്ക് ഒരു ചെറുപ്പക്കാരൻ നടന്നു വരികയാണ്. ആ ചെറുപ്പക്കാരനെ കണ്ടിട്ട് ലോകത്തിന്റെ നേതാവിരുന്ന് കരയാൻ തുടങ്ങി. ഒരു ചെറുപ്പക്കാരനെ കണ്ടിട്ട്, എന്റെ പ്രിയമുള്ളവരെ, ഈ ചരിത്രം നിങ്ങൾ പലരും കേട്ടവരോ, പക്ഷേ ഈ സാഹചര്യത്തിൽ പറയാതിരിക്കുന്നത് നല്ലതല്ലല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് മഹാനായ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു കടന്നു വരികയാ. മിസ്അബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ റസൂലുള്ളാഹിയുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോ റസൂലുള്ളാഹി ഇരുന്ന് കരയുകയാണ്. മിസ്അബ് ചോദിച്ചു, നബിയേ, യാ റസൂലല്ലാഹ്, എന്തിനാ നബിയേ കരയുന്നത്? എന്തിനാ നബിയേ കരയുന്നത്? മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മിസ്അബേ, നിന്റെ കോലം കണ്ടിട്ട് കരഞ്ഞതാ മിസ്അബേ. നിന്റെ പഴയ കാലം ഞാനൊന്ന് ചിന്തിച്ചു പോയി മിസ്അബേ. മക്കയിലെ ഏറ്റവും വലിയ കോടീശ്വരന്റെ മകനായിരുന്നു മിസ്അബ്. സ്വർണത്തിന്റെ വസ്ത്രഭാധരിക്കുന്നത്, സ്വർണത്തിന്റെ വസ്ത്രഭാധരിക്കുന്നത്. മിസ്അബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കുതിരയുടെ മുകളിൽ മക്കയിലൂടെ പോകുന്നത് കാണാ. മക്കയിലെ പെണ്ണുങ്ങൾ വന്ന് കാത്തിരിക്കുമായിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, അവസാനം മിസ്അബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവേ മുസ്ലിമാവുകയാണ്. ഉമ്മാനെ വല്ലാത്ത പേടിയാണ്, ഉമ്മയെ വല്ലാത്ത പേടിയാണ്. മിസ്അബ് മുസ്ലിമായെന്ന് ഉമ്മയറിയുമ്പോ വീടിനകത്ത് പട്ടിണി കിട്ടിട്ട് ഉപദ്രവിക്കുകയാണ്. വീടിനകത്ത് കെട്ടിയിട്ടിട്ട് തന്റെ പൊന്നുമോന് ഭക്ഷണം കൊടുക്കാതെ ഉപദ്രവിക്കുകയാണ്. അവസാനം എന്തു പറഞ്ഞിട്ടും തന്റെ പൊന്നുമോൻ ഇസ്ലാമിൽ നിന്ന് മടങ്ങി വരുന്നില്ല. അള്ളാഹുവിന്റെ പ്രവാചകന് മദീനയിലേക്ക് ഹിജ്റ പോകാൻ സഹാബത്തിനോട് പറയുമ്പോ മിസ്അബിനും പോകണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, മിസ്അബ് റളിയല്ലാഹു തആല അൻഹു അവസാനം ഉമ്മയോട് പറയുന്നു, എനിക്ക് മദീനയിൽ പോകണം, എനിക്ക് ഹിജ്റ പോകണം എന്ന് പറഞ്ഞിട്ടും തന്റെ പൊന്നുമകൻ നന്നാകാതെ വരുമ്പോ വീടിനകത്തിട്ട് തല്ലി ചതയ്ക്കുകയാണ്. ശരീരത്തിലൂടെ രക്തമൊലിപ്പിച്ച് കിടക്കുമ്പോ ഉമ്മ വീട്ടുകാരോട് പറയുന്നു, ഇവനെ വലിച്ചിടച്ചെന്റെ വീടിന്റെ വെളിയിൽ കൊണ്ട് വലിച്ചെറിയൂ. അതാ മിസ്അബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ വീടിന്റെ വെളിയിൽ തന്റെ വീട്ടിലെ ജോലിക്കാർ മുഴുവനും തല്ലിച്ചതച്ച് വീടിന്റെ വെളിയിൽ കൊണ്ട് വലിച്ചെറിയുമ്പോ മിസ്അബ് റളിയല്ലാഹു തആല അൻഹയോട് അവസാനമായിട്ട് ഉമ്മ പറയുന്നു, മോനെ മിസ്അബേ, ഇവിടെ നിന്നിറങ്ങിപ്പോയാ എന്റെ സമ്പത്തിൽ നിന്ന് ഒരു രൂപ പോലും നിനക്ക് ഞാൻ തരൂലടാ. എന്റെ സമ്പത്തിൽ നിന്നൊരു 5 നയാ പൈസ പോലും നിനക്ക് ഞാൻ തരൂല മിസ്അബേ. അല്ലാഹുവേ, മിസ്അബ് റളിയല്ലാഹു തആല അൻഹയോട് ഉമ്മ പറയുന്നു, മിസ്അബേ, എന്റെ സമ്പത്ത് എത്ര വലുതാണെന്നറിയുവോ? ഈ മക്കയുടെ പകുതിയും എന്റെതാടോ. ഈ മക്കയുടെ പകുതിയും എന്റെ സമ്പത്താണ് മിസ്അബേ. ഇവിടെ നിറങ്ങിപ്പോയാൽ ഒരു 5 നയാ പൈസ പോലും നിനക്ക് ഞാൻ തരില്ലടോ. മിസ്അബ് എന്ന് പറയുന്ന ചെറുപ്പക്കാർ തന്റെ ഉമ്മ പൈസ തരില്ലെന്ന് പറയുമ്പോ ഇട്ടിരിക്കുന്ന വസ്ത്രമൂരിയിട്ട് ഉമ്മയുടെ കയ്യിൽ കൊണ്ട് കൊടുത്തിട്ട് പറയുകയോ, ഇതും നിങ്ങളുടെ സമ്പത്താ ഉമ്മ, ഇതും നിങ്ങളുടെ സമ്പത്താ ഉമ്മ. ഇറങ്ങി പോകുമ്പോ ഉമ്മ പറയുന്നു, മോനെ മിസ്അബേ, നീ നശിച്ചു പോകട്ടടാ, നീ മുടിഞ്ഞു പോകട്ടടാ. നീ എന്നെ ഉമ്മായും നീ ഒരിക്കൽ പോലും നീ എന്നെ ഉമ്മായെന്ന് വിളിക്കല്ലേ. ഞാൻ മരിച്ചാ എന്നെ കാണാൻ പോലും നീ വരല്ല മിസ്അബേ. ഉമ്മ വീടിനകത്ത് നിന്ന് ആട്ടിയിറക്കുകയോ. മിസ്അബ് എന്ന് പറയുന്ന ചെറുപ്പക്കാർ ഇലാ ഹദറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോ എന്റെ പ്രിയമുള്ളവരെ, 62 സ്ഥലങ്ങൾ കീറിയിട്ട് തച്ചു വച്ചിരിക്കുന്ന ഒരു വസ്ത്രം ധരിച്ചാട് സ്വർണത്തിന്റെ വസ്ത്രം ധരിച്ചു നടന്ന ചെറുപ്പക്കാരൻ കടന്നു വരുന്നത്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, മിസ്അബേ, അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, മിസ്അബേ,
എന്തിനാ ഇങ്ങനെ നടക്കുന്നത്? ഒരു നല്ല വസ്ത്രം ധരിച്ചുകൂടെ? ഒരു നല്ല വസ്ത്രം ധരിച്ചുകൂടെ? യാ റസൂലല്ലാഹ്, ഇങ്ങനെ നടക്കുന്നത് എന്തിനെന്നറിയുമോ നബിയേ? എനിക്ക് സ്വർഗത്തിലെ വസ്ത്രം ധരിക്കാനാ നബിയേ. മരിക്കുന്ന സമയം സ്വർഗം കണ്ടിട്ട് മരിക്കാരാ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം കഴിഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിന്റെ അടുക്കൽ നിൽക്കുമ്പോ ഒരു ജനാസയും ചുമന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് സഹാബത്ത് വരികയാണ്. ഒരു ജനാസ ചുമന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിയുടെ മുന്നിലേക്ക് കടന്നു വന്നു. അല്ലാഹുവിന്റെ റസൂൽ നോക്കുമ്പോ ആരുടെ ജനാസയെന്നറിയുവോ? മഹാനായ മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, നിങ്ങൾ എന്തിനാ കരയുന്നത്? കഫം പൊതിയാത്തതെന്ത്? കഫം പൊതിയാത്തതെന്ത്? കരഞ്ഞുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, കഫൻ തുണി തികയുന്നില്ല നബിയേ. കഫൻ തുണി തികയുന്നില്ല നബിയേ. തലമറക്കുമ്പോ കാല് വെളിവാവുകയാ, കാല് മറക്കുമ്പോ തല വെളിവാവുകയാ. കഫൻ തുണി പോലും പൊതിയാറില്ല. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, തലമറച്ചിട്ട് അതാ കഫൻ പൊതിയോ. രണ്ടു കാലം വെളിയിൽ കിടക്കുകയാ. റസൂലുള്ളാഹി പറയുന്നു, സഹാബാ, ആ പുല്ല് പറിച്ചുകൊണ്ട് വാ സഹാബാ. പുല്ല് പറിച്ചു കൊണ്ടുവന്ന് മിസ്അബ് ചെറുപ്പക്കാരന്റെ കാല് കഫം പൊതിയുകയോ. മയ്യത്ത് നമസ്കാരം കഴിഞ്ഞ് കബറിനകത്ത് ജനാസ ഇറക്കുമ്പോ മിസ്അബ് പറയുന്ന ചെറുപ്പക്കാരന്റെ മയ്യത്ത് കബറിനകത്തേക്ക് ഇറക്കുമ്പോ കാലിൽ കെട്ടിവെച്ചിരുന്ന കെട്ടടിഞ്ഞിട്ട് പുല്ലടിഞ്ഞു വീഴുകയോ. അല്ലാഹുവേ, മയ്യത്തും കയ്യിൽ പിടിച്ചിട്ട് കബറിനകത്തിരുന്ന് സഹാബത്ത് കരയുകയാണ്. കബറിന്റെ മുകളിലിരുന്ന് റസൂലുള്ളാഹി കരയുകയോ. ചുറ്റുഭാഗത്ത് കൂടിയവര് മുഴുവനും കബറിന്റെ ചാരത്തിരുന്ന് പൊട്ടിക്കരയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സഹാബാ, മരിച്ചാൽ ഇതുപോലെ മരിക്കണം സഹാബാ. മരിച്ചാൽ ഇതുപോലെ മരിക്കണം സഹാബാ. പാതിരാത്രി ഒരുമിച്ച് കൂടിയവര് പണത്തിന് ഒരുപാട് മോഹിക്കല്ലേ. അത് നിന്നെ നരകത്തിൽ കൊണ്ടുപോകുന്ന വസ്തുവാട്, നരകത്തിലേക്ക് കടന്നു പോകുന്ന വസ്തുവാട്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, മരിച്ചാലെങ്ങനെ മരിക്കണമെന്നറിയുവോ? ഈ ലോകത്ത് നിന്ന് യാത്ര പറയേണ്ടത് എങ്ങനെയെന്നറിയുവോ? വമിനന്നാസി മയ്യസിരി നഫ്സഹു ബിതിഗാ മർളാത്തില്ലാഹ് വല്ലാഹു റഊഫും ബിൽ ഇബാദ്. അല്ലാഹുവേ, തന്റെ ജീവിതവും സമ്പത്തും ശരീരവുമെല്ലാം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുത്തിട്ട് മരിക്കുന്ന സമയത്ത് സ്വർഗം പകരം വാങ്ങിയിട്ട് ആ സ്വർഗം കണ്ടിട്ട് മരിക്കണേ സഹാബാ. അതുകൊണ്ട് പാതിരാത്രി ഒരുമിച്ച് കൂടിയവരെ, അല്ലാഹു തരുന്ന മൂന്നാമത്തെ പരീക്ഷണം നിന്റെ സമ്പത്ത് നഷ്ടപ്പെടുത്തിയിട്ട് പരീക്ഷിക്കുകയാ. നാലാമത്തെ പരീക്ഷണം എന്തെന്നറിയുവോ? നാലാമത്തെ പരീക്ഷണം എന്തെന്നറിയുവോ? നിന്റെ മക്കളുടെ മയ്യത്ത് നിന്നെ കൊണ്ട് കബറടപ്പിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. സ്വന്തം മക്കളെ മരിപ്പിച്ചിട്ട് അല്ലാഹു പരീക്ഷിക്കുകയാ. പാതിരാത്രി ഒരുമിച്ച് കൂടിയവരെ, അല്ലാഹുവേ, മക്കൾ മരിച്ചിട്ട് ഏറ്റവും കൂടുതൽ കരഞ്ഞതാരോ? മക്കൾ മരിച്ചിട്ട് ഏറ്റവും കൂടുതൽ കരഞ്ഞതാരാ? മഹാനായ അസ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഈ 7 മക്കളുടെ മയ്യത്തല്ലേ കബറടക്കിയത്? 7 മക്കളുടെ മയ്യത്തല്ലേ കബറടക്കിയത്? എന്റെ പ്രിയമുള്ളവരെ, ബദറിന്റെ രണാങ്കണത്തിൽ 313 സഹാബത്ത് ഒടിഞ്ഞ വാളുമായി വിശന്ന വയറുമായി ബദറിന്റെ രണാങ്കണത്തിൽ യുദ്ധം കഴിഞ്ഞിട്ട് ജയിച്ചിട്ട് റസൂലുള്ളാഹി വീട്ടിലേക്ക് കയറി വരികയാ. ബദർ യുദ്ധം കഴിഞ്ഞിട്ട് റസൂലുള്ളാഹി തങ്ങൾ തന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല പള്ളിക്കകത്തിരുന്ന് നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി വരുമ്പോ ആയിഷ ബീബി പറയുന്നു, നബിയേ,
ജന്നത്തുൽ ബഖീയിലേക്കൊന്ന് പോ നബിയേ. റുഖിയ മോളുടെ ജനാസ കബറടക്കാ കൊണ്ടുപോയിരിക്കുന്നു നബിയേ. ബദറിന്റെ രുണാങ്കണത്തിൽ നിന്ന് യുദ്ധം ജയിച്ച സന്തോഷത്തോട് വീട്ടിൽ കയറി വന്നപ്പോ അള്ളാന്റെ റസൂലിന്റെ പൊന്നുമോള് റുഖിയ ബീവി മരണപ്പെട്ടിട്ട് മയ്യത്ത് കബറടക്കാൻ കൊണ്ടുപോയിരിക്കുകയാ. അള്ളാന്റെ റസൂൽ ഇറങ്ങി ഓടുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ തന്റെ വീട്ടിൽ നിന്നിറങ്ങി ജന്നത്തുൽ ബഖീയിലേക്ക് കടന്നു ചെല്ലുമ്പോ റുഖിയ ബീവിയുടെ മയ്യത്ത് കബറിൽ വെച്ചിട്ട് മണ്ണ് വെട്ടി വാരി ഇട്ടുകൊണ്ടിരിക്കുകയാ. മണ്ണിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാ. അള്ളാന്റെ റസൂല് വരുന്നത് കണ്ടപ്പോൾ സഹാബാക്കൾ മുഴുവനും മാറി നിന്നു. ഉസ്മാന് തങ്ങൾ ചോദിച്ചു, നബിയേ മോളുടെ മയ്യത്ത് കാണണോ? അള്ളാന്റെ റസൂലിനോട് ചോദിക്കുന്നു, പൊന്നുമോളുടെ ജനാസ കാണണോ? എന്റെ പ്രിയമുള്ളവരെ, അള്ളാന്റെ റസൂലിന് തന്റെ പൊന്നുമോൾ അവസാനമായൊന്ന് കാണാൻ പോലും ഭാഗ്യം കിട്ടിയില്ല. 7 മക്കളുടെ മയ്യത്ത് സ്വന്തം കൈകൊണ്ട് റസൂലുള്ള മണ്ണ് വാരിയിട്ട് കബറടക്കി എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ മക്കളിൽ ആരെങ്കിലും ഒരാൾക്കൊരു തലവേദന വന്നാ സഹിക്കാൻ കഴിയോ? എന്റെ പ്രിയമുള്ളവരെ, ഞാൻ ലക്ഷദ്വീപില് വഅദിന് പോയപ്പോ വഅദ് സ്റ്റേജിൽ ഒരു ഉസ്താദ് ഉദ്ഘാടനത്തിന് വന്നു. ഒരു പ്രായമുള്ള ഉസ്താദാ. പടച്ചവനെ, ഞാനിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ചോദിച്ചു, മക്കൾ എത്ര ഉണ്ട്? ആ ഉസ്താദ് പറയുന്നു, മോനെ എനിക്ക് അല്ലാഹു 9 മക്കളെ തന്നു, 9 മരിച്ചുപോയി ഉസ്താദ്. 9 മക്കളെ പടച്ചവൻ കൊടുത്തു, 9 മരിച്ചുപോയി. അല്ലാഹുവേ, ആ മനുഷ്യന്റെ മുഖത്ത് നോക്കി അല്ലാഹുവേ കരയുന്നില്ല. ആ പാവപ്പെട്ട മനുഷ്യനോട് ചോദിച്ചു, ഏത് പള്ളിയിലാ ജോലി ചെയ്യുന്നത്? എന്നോട് പറഞ്ഞു, എനിക്ക് ജോലിയില്ല. എന്റെ 9 മക്കളും മരിച്ചപ്പോ എന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് ഭ്രാന്ത് പിടിച്ചു ഉസ്താദ്. ഏത് ഉമ്മയ്ക്ക് സഹിക്കാൻ കഴിയാ? ഏത് മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച ഏത് ഉമ്മയ്ക്കാ തന്റെ മക്കള് മരിച്ചാ താകാൻ കഴിയുന്നത്? അല്ലാഹുവേ, ആ പെങ്ങളുടെ സ്വബോധം നഷ്ടപ്പെട്ടു പോയി. റബ്ബേ, വീടിനകത്ത് അടച്ചിട്ടിട്ട് വന്നതാണ്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുമ്പോ, പാതിരാത്രി ഒരുമിച്ച് കൂടിയവരെ, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു കൊടുക്കുന്ന 4ാമത്തെ പരീക്ഷണം മക്കളെ മരിപ്പിക്കുകയാ. 5ാമത്തെ പരീക്ഷണം എന്തെന്നറിയോ? മാരക രോഗം തരുന്നത്. റബ്ബിന് നിന്നെ വല്ലാത്ത ഇഷ്ടമുള്ളത് കൊണ്ടാണ് ചെറുപ്പക്കാരാ ക്യാൻസർ വരുന്നത്, ട്യൂമർ വരുന്നത്, കിഡ്നി തകർന്നിട്ട് ഡയാലിസിസ് ചെയ്യേണ്ട അവസ്ഥ വരുന്നത്, കൈകാലുകൾ മുറിച്ചു മാറ്റുന്ന രോഗം വരുന്നത്. നിന്നെ വെറുപ്പുള്ളത് കൊണ്ടല്ല പെങ്ങള്, അല്ലാഹു നിന്നെ വല്ലാത്ത ഇഷ്ടമുള്ളത് കൊണ്ടാ. നിനക്കതിന് പകരം സ്വർഗം തരാനാ പൊന്നുമോളെ. നീ നാട്ടുകാരോട് പറഞ്ഞുകൊണ്ട് നടക്കല്ലേ. പടച്ചവനെ കുറ്റപ്പെടുത്തല്ലേ. ക്യാൻസർ രോഗം വരുന്ന പെണ്ണ്, റസൂലുള്ള പറയുന്നുണ്ട്, 7 പേർക്ക് ഷഹീദിന്റെ കൂലിയാ. 7 രീതിയിൽ മരിക്കുന്നവർക്ക് ഷഹീദിന്റെ കൂലിയാ. പെങ്ങളെ, വയറിനകത്ത് രോഗം വന്നിട്ട്, ക്യാൻസർ പോലെയുള്ള രോഗം വന്നിട്ട് മരിക്കുന്ന പെണ്ണ്, പൊന്നുമോളെ, ഷഹീദിന്റെ കൂലിയാ പെങ്ങള്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് ഓർമ്മപ്പെടുത്തുകയാണ്, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ 1ാമത്തെ താക്കീത് ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ 1ാമത്തെ താക്കീത്, നീ ഈമാനിനെ ഉറപ്പിക്കണേ, നിന്റെ വിശ്വാസം ഉറപ്പിക്കണേ. നന്മയും തിന്മയും അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നാ. അയൽവാസി കൂടോത്രം ചെയ്തുകൊണ്ടതല്ല, മുട്ട കുടിച്ചിട്ടതിന്റെ പേരിലല്ല, നിന്റെ വീടിന്റെ പുറകില് ഒരു ചെറിയ ഉറുക്ക് കൊണ്ടുവന്ന് കുടിച്ചിട്ടതിന്റെ പേരിലല്ല. എല്ലാം അല്ലാഹുവിന്റെ തീരുമാനമാ. വൽകദിരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. നന്മയും തിന്മയും അല്ലാഹുവിന്റെ ഭാഗത്ത്
നിന്നാണെന്ന് നീ വിശ്വസിച്ചാലേ നിന്റെ ഈമാൻ ശരിയാകൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തിലൊക്കെ വരുമ്പോ പറയും, എന്റെ അയൽവാസി ഞാൻ നശിക്കാൻ മുട്ടയിൽ മന്ത്രവാദം ചെയ്ത് വെച്ചിരിക്കുക. ഏതെങ്കിലും ഉസ്താദിന്റെ അടുക്ക പോയിട്ട് ഇതിന് പ്രതിവിധി ചെയ്യണം, അല്ലെങ്കിൽ തിരിച്ചു ചെയ്യണം, വെറ്റേ നോക്കണം. ഇതൊക്കെ നടക്ക. പെണ്ണെ വെറുതെ ഓടി നടക്കണ്ട. അള്ളാന്റെ തീരുമാനവ. ചെയ്തിട്ടുണ്ടെങ്കിൽ അവക്ക് കിട്ടും, ചെയ്തിട്ടുണ്ടെങ്കിൽ അവക്കുള്ളത് അവക്ക്, നിനക്കുള്ളത് നിനക്ക്. അള്ളാഹുവിൽ വിശ്വസിക്ക്. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.